Hello friends, welcome to Electron College. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ അപ്ലിക്കേഷൻസ് അതിൻ്റെ കാര്യങ്ങളായിരുന്നു അല്ലേ. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആംപ്ലിഫയർസ്, അതൊരു ടൈപ്പ് ഓഫ് ആംപ്ലിഫയേഴ്സ് ആയ ലോഗ് ആൻഡ് ആൻറ്റി ലോഗ് ആംപ്ലിഫയറുകളാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നടത്താൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ലോഗ് ആംപ്ലിഫയർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ if you are having a point, okay, ഒരു നമ്മുടെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് എ എന്ന് വിചാരിക്കുക. ഓക്കെ, അതിന് നമ്മൾ ലോഗ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലോഗ് എ, ശരിയല്ലേ? അതിനെ പിന്നെയും നമ്മളൊരു മൾട്ടിപ്ലയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഇപ്പോൾ സപ്പോസ് ബി ആണ് നമ്മുടെ മൾട്ടിപ്ലയർ എങ്കിൽ ദെൻ വാട്ട് വിൽ ബി ദ ആൻസർ? ഇറ്റ് വിൽ ബി ബി ലോഗ് എ, ശരിയല്ലേ? ഇനി ഈ കിട്ടുന്ന ആൻസറിന്, അതായത് ബി ലോഗ് എനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ ആൻറ്റി ലോഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ഇറ്റ് എ റേസ് ടു ബി അല്ലേ. അതായത് നമ്മൾ ലോഗ് ഓഫ്, ഇത് നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ ലോഗ് ഓഫ് എ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ലോഗ് എ ആണ് അല്ലേ. അപ്പോൾ ഈ ലോഗ് ആംപ്ലിഫയർ ആൻറ്റി ലോഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വാല്യൂസ് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അതുപോലെ ഡിവിഷൻ ചെയ്യാം, ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ലോഗ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ബി അങ്ങനെ ചെയ്താലോ നമുക്ക്. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ. അപ്പോൾ അങ്ങനെ എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കോമൺലി നമ്മൾ ലോഗ് ആംപ്ലിഫയറിൽ നമ്മൾ ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് ചെയ്യുന്നത്? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ് അല്ലേ. അതുപോലെ തന്നെ ഇതിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ പോസിബിളാണ്. ഒന്ന്, നമ്മൾ സിഗ്നൽസിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ വി ക്യാൻ കംപ്രസ് സിഗ്നൽ കംപ്രഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. സിഗ്നൽസ് നമുക്ക് എന്ത് കംപ്രസ് ചെയ്യാം. സിമിലർലി മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ ഡിവിഷൻ സിഗ്നൽസിൻ്റെ കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഓഫ് സിഗ്നൽസ് നടത്താം. സിമിലർലി നമുക്ക് റൂട്ട്സ് ആൻഡ് പവേഴ്സ് കാണാം അല്ലേ. ഫൈൻഡിങ് ദ റൂട്ട്സ് ആൻഡ് പവേഴ്സ് ഓഫ് ദ സിഗ്നൽ, റൂട്ട്സും പവേഴ്സും ഒരു സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് എന്തുണ്ട്, ലോഗിലും ആൻറ്റി ലോഗിലും ഉണ്ട് അല്ലേ. ഈ ലോഗ് ആൻഡ് ആൻറ്റി ലോഗ് എന്ന് പറയുന്ന സാധനം, ഈ ലോഗ് ആൻഡ് ആൻറ്റി ലോഗ് ക്യാൻ ബി ഡിസൈൻഡ് ബൈ, ഏതിനൊക്കെ കൊണ്ട് ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡിസൈൻഡ് ബൈ യൂസിങ് ഡയോഡ്സ് ആൻഡ് ട്രാൻസിസ്റ്റേഴ്സ്. ഡയോഡ്സ് ഉപയോഗിച്ചിട്ടും ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്തായാലും രണ്ടെണ്ണം നോക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വി വിൽ ഡിസ്കസ് ബോത്ത് ഓഫ് ദം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡയോഡ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഒരു ആൻറ്റി ലോഗിനെ ഫസ്റ്റ് നമുക്ക് ലോഗ് ചെയ്യാം. ലോഗിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം. വി ആർ ഹാവിങ് എൻ ഓപ്പ് ആംപ് ഹിയർ. ഓക്കെ, ദെൻ യു വിൽ ബി ഹാവിങ് എ റെസിസ്റ്റർ ഹിയർ. യു ആർ ഹാവിങ് എ ഡയോഡ് ഹിയർ. ഓക്കെ, ഇവിടെയാണ് നിങ്ങളുടെ ഡയോഡ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഔട്ട്പുട്ട്, ഇവിടെ നിങ്ങളുടെ ഗ്രൗണ്ടഡ് ടെർമിനൽ. ഓക്കെ, ഇത് ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത്. യു ആർ ഗിവിങ് യുവർ ഇൻപുട്ട് ഹിയർ. ഇവിടെ നിങ്ങളുടെ റെസിസ്റ്റർ ആർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റികൾ, നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകണം. ആക്ച്വലി ലോഗ് ആംപ്ലിഫയറിൻ്റെ ഇക്വേഷൻ പ്രൂവ് ചെയ്യണം, നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഏതാണ്? ഇതൊരു ഗ്രൗണ്ടഡ് ടെർമിനലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എത്ര? 0 അല്ലേ. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു നോഡ് ഉണ്ടല്ലോ. ആ നോഡ് ഏത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. കാരണം കൺസെപ്റ്റ് ഏതാണ്? വെർച്വൽ ഗ്രൗണ്ട് അല്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യമായി ഇത് തന്നെ പറയുന്നു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ആ കൺസെപ്റ്റ് എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലെ ഒരു കറണ്ട് ഫ്ലോ ആണ് IR ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും എന്ത് ചെയ്യുന്നത്, ഡയോഡിലെയും ഒരു ഫ്ലോ ചെയ്യുന്ന കാരണം നമുക്ക് ID എന്ന് വിളിക്കാമല്ലോ. അപ്പോൾ ഇതാണ് പ്ലസ് മൈനസ് VD, ശരി, ഇതാണ് നിങ്ങളുടെ V ഔട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ഈ സ്ഥലത്ത് നിങ്ങൾ KVL അപ്ലൈ ചെയ്യണം. കാരണം ഈ ഒരു ചെറിയ പോർഷനിൽ KVL അപ്ലൈ ചെയ്യുവാണെങ്കിൽ, KVL ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ V ഔട്ട് വിൽ ബി വാട്ട്? V ഔട്ട് വിൽ ബി മൈനസ് VD. ദെൻ നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ KCL അപ്ലൈ ചെയ്യണം. ഇവിടെ നോഡിന് വേണമെങ്കിൽ A എന്ന് പേര് കൊടുത്തു. അപ്പോൾ നോഡ് എയിൽ നിങ്ങൾ KCL അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്താണ് വരിക? IR ഈക്വൽ ടു ID വരുമല്ലോ. അതുപോലെ IR എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഇൻപുട്ട്, V ഇൻപുട്ട് ഡിവൈഡ് ബൈ VR ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താം? ID എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താം? ഇറ്റ് വിൽ ബി ഓൾസോ V ഇൻ ബൈ R. അപ്പോൾ ID എന്ന് പറഞ്ഞാലും V ഇൻ ബൈ R തന്നെയാണ് അല്ലേ. നിങ്ങൾ ഈ ID എന്ന് പറയുന്ന സാധനത്തിന് നമ്മുടെ ലോഗ് ആംപ്ലിഫയർ എന്നല്ല, നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഓർമ്മയുണ്ടോ? ഈ ID ഈക്വൽ ടു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിൻ്റെ ഒരു ഇക്വേഷൻ. ഇതാണ് ആ ഇക്വേഷൻ. ഓക്കെ, ID ഈസ് ഈക്വൽ ടു IS ഇൻറ്റു E റേസ് ടു VD ഡിവൈഡ് ബൈ ഈറ്റ VT. ഇത് ഈറ്റയാണ് കേട്ടോ, ഈറ്റ VT മൈനസ് 1. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഇതിൻ്റെ ബേസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത് ഡയോഡ് കറണ്ടിൻ്റെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടുമായിട്ടുള്ള ഇക്വേഷനാണ്. ഇത് ഡയോഡ് കറണ്ട് ID, ഇത് IS എന്ന് പറഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്.
IS is reverse saturation current, whereas VD is the VT ആണ്. VD എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ഡയോഡ് വോൾട്ടേജ്. ഫോർവേഡ് വോൾട്ടേജ് ഓഫ് ഡയോഡ് ആണ് VD. ദെൻ VT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ വോൾട്ടേജ്. ഓക്കെ, VT എന്ന് പറയുന്നത് തെർമൽ വോൾട്ടേജ് ആണ്. സിമിലർലി ഈറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയലിറ്റി ഫാക്ടറാണ്. ഓക്കെ, ഈറ്റ എന്ന് പറഞ്ഞാൽ ഐഡിയലിറ്റി ഫാക്ടറാണ്. ഐഡിയലിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ നോർമലി 1 to 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ്. അപ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ ഏതാണ് ഈ ISഉം VTയും ഒക്കെ പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡൻ്റ് ആണ്? ഈ ISഉം VTയും ഒക്കെ ഉണ്ടല്ലോ, അതായത് സാച്ചുറേഷൻ കറണ്ടും VT ഒക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ അനലോഗിൽ പഠിക്കുന്നുണ്ട്. എന്താണ് പഠിക്കുന്നത്? നമ്മുടെ IS will get doubled after every എത്ര ഡിഗ്രി സെൽഷ്യസ് റൈസിലാണ്? ആഫ്റ്റർ എവറി 10 degree Celsius റൈസ് ഇൻ ടെമ്പറേച്ചർ അല്ലേ? 10 degree Celsius റൈസ് ഇൻ ടെമ്പറേച്ചറിൽ IS എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡബിൾഡ്. ഓക്കെ, അപ്പോൾ VT നമുക്ക് അങ്ങനെ പുട്ട് ചെയ്യുമ്പോൾ VT നമുക്ക് എത്ര കിട്ടും? VT വിൽ ചേഞ്ച്. ദെൻ എങ്ങനെ ചേഞ്ച് വെച്ചാൽ VTക്ക് ഒരു ഫോർമുലയുണ്ട്. എന്താണ് VTൻ്റെ ഫോർമുല? VT ഈസ് ഈക്വൽ ടു K ഇൻറ്റു T ഡിവൈഡഡ് ബൈ Q. ഇതാണ് VTയുടെ ഫോർമുല. ഇതാണ് മാറാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. K എന്ന് പറയുന്ന സാധനമാണ് ബോൾസ്മാൻസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, K എന്താണ്? ബോൾസ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഇതിന് വാല്യൂ ഉണ്ട്. എത്രയാണ്? 1.38 ഇൻറ്റു 10⁻⁻23 ജൂൾ പെർ കെൽവിൻ. ഓക്കെ, സിമിലർ T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ഡയോഡിൻ്റെ ടെമ്പറേച്ചറാണ്. Q എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ഓഫ് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁻9 അതൊക്കെ അറിയാമല്ലോ. ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ VTൻ്റെ വാല്യൂ നമ്മൾ സപ്പോസ് ഇഫ് യു ആർ ഹാവിങ് നമ്മളൊരു റൂം ടെമ്പറേച്ചറിൽ എടുക്കുകയാണെങ്കിൽ ഈ VTൻ്റെ വാല്യൂ എത്ര വരിക? VTൻ്റെ വാല്യൂ അറ്റ് റൂം ടെമ്പറേച്ചർ 300 Kelvin അല്ലേ? അപ്പോൾ എത്ര വരും? VT നിങ്ങൾ ചെയ്ത് നോക്കിക്കാൻ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ് 26 millivolt അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഡയോഡ് കറണ്ടിൻ്റെ ഫോമിൽ എന്താവും? ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ID is equal to IS ഇൻറ്റു 38.6 VD ഡിവൈഡഡ് ബൈ ഈറ്റ -1. ഈറ്റയാണത്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ എന്താ സംഭവിക്കുന്നത്? റൂം ടെമ്പറേച്ചറിൽ നമുക്ക് അസ്യൂം ചെയ്യാം ഈ എക്സ്പൊണൻഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ഈ വാല്യൂ വളരെയധികം കൂടുതലാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ -1 നെഗ്ലക്ട് ചെയ്യുക. അപ്പോൾ ID ഈക്വൽ ടു IS ഇൻറ്റു ഇവിടെ ഉണ്ട്, അത് മറന്നുപോയി. ഓക്കെ, to 38.6 VD ഡിവൈഡഡ് ബൈ ഈറ്റ. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ എനി ടെമ്പറേച്ചറോ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ എന്താ വരിക? അറ്റ് എനി ടെമ്പറേച്ചർ നമുക്ക് എന്ത് പറയാം? ക്യാൻ സേ ദാറ്റ് ID ഈക്വൽ ടു IS ഇൻറ്റു VD ഡിവൈഡഡ് ബൈ ഈറ്റ VT. ശരിയല്ലേ? ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കണ്ടുപിടിച്ചാണ്. നമ്മൾ എനി ടെമ്പറേച്ചറിൽ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ ഐഡിയൽ ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? യു വിൽ ഗെറ്റ് ID ബൈ IS ആസ് വാട്ട്? ID ബൈ IS ആസ് ED ഡിവൈഡഡ് ബൈ VD ഡിവൈഡഡ് ബൈ ഈറ്റ VT. അല്ലേ? ഇതിനെ നാച്ചുറൽ ലോഗരിതം എടുക്കും. അപ്പോൾ log ഓഫ് ID ബൈ IS ഈക്വൽ ടു എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് VD ഡിവൈഡഡ് ബൈ ഈറ്റ VT. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്ത് VD മാത്രം എടുത്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ഈറ്റ VT നാച്ചുറൽ ലോഗരിതം ഓഫ് ID ബൈ IS. ഓക്കെ, ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ദിസ് ഈസ് വോൾട്ടേജ് അക്രോസ് എ ഡയോഡ്. ഓക്കെ, VD ഈസ് ഈക്വൽ ടു ഈറ്റ VT ലോഗ് നാച്ചുറൽ ലോഗരിതം ID ബൈ IS. ഓക്കെ, നമുക്ക് ഇതിന് മുന്നേ നമ്മൾ നോക്കി എന്താണ് Vout എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? -VD എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഇതിലേക്ക് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം പറയാം. എന്താണ്? IR ഈസ് ഈക്വൽ ടു ID ഈസ് ഈക്വൽ ടു എന്താണ്? VN/R എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻസ് കയ്യിലുണ്ട്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? VDക്ക് പകരം നിങ്ങൾ Vout എഴുതും. അപ്പോൾ മൈനസ് ഉണ്ടല്ലോ, അപ്പോൾ മൈനസ് വരും. -β VT നാച്ചുറൽ ലോഗരിതം. IDക്ക് പകരം എന്താണെന്ന് എഴുതാം? നമുക്ക് VN/R എന്ന് എഴുതാം. അപ്പോൾ VN/R ഇൻറ്റു IS. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് Vout എന്നൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. ഏതാണ് ഇക്വേഷൻ? -β VT നാച്ചുറൽ ലോഗരിതം VN/IS ഇൻറ്റു R. ഇതാണ് നിങ്ങളുടെ ഒരു ലോഗ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ദിസ് ഈസ് നത്തിങ് ബട്ട് അവർ ലോഗ് ആംപ്ലിഫയർ. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും VSഉം IT ഒക്കെ എന്താണ്? ഇത് ഡിപ്പെൻസ് അല്ലേ? ടെമ്പറേച്ചറെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഈ ഇക്വേഷൻ കിട്ടിയത്. ഓക്കെ, ഇനി ഒരു ആൻറ്റി ലോഗ് ആംപ്ലിഫയർ നമുക്ക് ഡിസ്കഷൻ നടത്താം. ആൻറ്റി ലോഗ് ആംപ്ലിഫയർ ഡിസ്കഷനിൽ അറ്റ് ദ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ചെറിയൊരു ചേഞ്ച് മാത്രം നമ്മുടെ സർക്യൂട്ടിൽ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വി ആർ ഹാവിങ് -+ ഹിയർ. നമ്മൾ R-നെയും
ഡയോഡിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇവിടെയായിരുന്നു നേരത്തെ R ഉണ്ട്, അതിന് പകരം എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഡയോഡ് പ്ലേസ് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, R വെക്കുന്നത്. ഓക്കെ, ആ ഒരു ചെറിയ ചോയിഞ്ച് മാത്രം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. വി ആർ ഹാവിങ് എ ടെർമിനൽ ഹിയർ, ദെൻ യു ആർ ഹാവിങ് യുവർ പ്ലസ് മൈനസ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ വി ഇൻ, ഇതാണ് നിങ്ങളുടെ ഡയോഡ് വി ഡി അല്ലേ, പ്ലസ് ഓർ മൈനസ് വി ഡി, ദെൻ ദിസ് ഈസ് യുവർ ആർ. ഓക്കെ, അപ്പോൾ ഇതിലാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനാണ് അല്ല ഡയഗ്രമാണ്. അതിൽ ജസ്റ്റ് ആറും വി ഡി ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് നമ്മുടെ ആൻറ്റി ലോഗായി അല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി 0 വോൾട്ട് ആണല്ലോ, അപ്പോൾ ഇവിടെ എന്ത് തന്നെയാവും, 0 വോൾട്ട് ആവും. കാരണം ആരാണ്, വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്. ക്ലിയർ? അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ഡി ആണെന്ന് വിചാരിക്കുക, ഇതിലെ ഫ്ലോ ചെയ്യുന്ന IR ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എഴുതാം, നിങ്ങൾക്ക് ഓൾറെഡി ഐ ഡി ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് ആദ്യം ഇതൊന്ന് അപ്ലൈ ചെയ്യാം. ഇതിൽ KVL അപ്ലൈ ചെയ്യൂ. KVL എവിടെയാണ് KVL അപ്ലൈ ചെയ്യുക വെച്ചാൽ ഈ ഏരിയയിൽ KVL അപ്ലൈ ചെയ്യുക. അപ്പോൾ KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏത് തന്നെ വരും, VD തന്നെ വരും. ക്ലിയർ? അപ്പോൾ നിങ്ങൾ KCL അറ്റ് ദാറ്റ് നോഡ്, ഈ നോഡിലേക്ക്, അതായത് ഈ A നോഡിലേക്ക് KCL അപ്ലൈ ചെയ്ത് അതിനാൽ KCL അറ്റ് A വന്നാൽ എന്ത് വരും, യു വിൽ ഗെറ്റ് ID ഈസ് ഈക്വൽ ടു IR നേരത്തെ പോലെ. അപ്പോൾ ഇവിടെ ID അല്ലെങ്കിൽ ഇവിടെ IR, ID എന്ന് പറഞ്ഞാൽ എന്ത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ IR എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇവിടെ IR എന്ന് പറഞ്ഞൊരു 0 മൈനസ് വി ഔട്ടാണ് വരിക അല്ലേ. അപ്പോൾ എന്ത് വരും, മൈനസ് വി ഔട്ട് ഡിവൈഡഡ് ബൈ R എന്ന് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ID നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ID ആസ് മൈനസ് വി ഔട്ട് ഡിവൈഡഡ് ബൈ R. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതാം, നിങ്ങൾ വി ഔട്ടിൻ്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ യു വിൽ ഗെറ്റ് വി ഔട്ട് ആസ് മൈനസ് R ഇൻറ്റു ID. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് വി ഔട്ട് ഉണ്ടാവുക. ക്ലിയർ? നമുക്ക് ഓൾറെഡി അറിയാം നമ്മളുടെ ഇക്വേഷൻസ് ഏത്, ഐ ഡി നമുക്ക് എന്താണെന്ന് അറിയാം. എന്താണ് ഐ ഡി? ഐ ഡി ഈസ് ഈക്വൽ ടു IS ഇൻറ്റു ഇ റേസ് ടു വി ഡി ഡിവൈഡഡ് ബൈ ഈറ്റ വി ടി. അറിയാമല്ലോ. അപ്പോൾ വി ഔട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. വി ഔട്ട് എന്താണ്, വി ഔട്ട് ഈസ് ഈക്വൽ ടു മൈനസ് R ഇൻറ്റു ഐ ഡി. ഇതിലേക്ക് ഐ ഡിക്ക് വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് വരും, മൈനസ് R ഇൻറ്റു IS ഇ റേസ് ടു വി ഡി ഡിവൈഡഡ് ബൈ ഈറ്റ വി ടി. ക്ലിയർ? ഇനി ഇവിടെ വി ഇന്നാണ് നിങ്ങളുടെ വി ഡി, ശരിയല്ലേ, വി ഇന്നാണ് നിങ്ങളുടെ വി ഡി. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് വി ഔട്ട് ആസ് മൈനസ് R ഇൻറ്റു IS ഇ റേസ് ടു വി ഇൻ ഡിവൈഡഡ് ബൈ ഈറ്റ വി ടി. വി ഇൻ ഡിവൈഡഡ് ബൈ ഈറ്റ വി ടി. ദിസ് ഈസ് കോൾഡ് ആസ് യുവർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് ആൻ ആൻറ്റി ലോഗ് ആംപ്ലിഫയർ. വളരെ എളുപ്പമല്ലേ. അപ്പോൾ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് ആൻറ്റി ലോഗ് വോൾട്ട് ആംപ്ലിഫയർ. അതായത് വി ഔട്ട് ഈസ് ഈക്വൽ ടു മൈനസ് R ഇൻറ്റു IS ഇൻറ്റു ഇ റേസ് ടു വി ഇൻ ഡിവൈഡഡ് ബൈ ഈറ്റ വി ടി. നമ്മളുടെ ലോഗിൽ നോക്കൂ, മൈനസ് ഈറ്റ വി ടി ഇൻറ്റു ലോഗ് ഓഫ് വി ഇൻ ഡിവൈഡഡ് ബൈ IS ഇൻറ്റു R. ഓക്കെ, ഇത് ഇങ്ങനെ നേരെ ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രം. ഓക്കെ, അതായത് ജസ്റ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഈ VN RS നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, ആ ചേഞ്ച് ഒന്ന് നോട്ട് ചെയ്താൽ ഈസി ആവും. അപ്പോൾ രണ്ട് ഇക്വേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഇൻഫറൻസിലെത്താം. എന്താണ്, നിങ്ങളുടെ ISഉം VTയും എന്താണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റേഴ്സാണ് അല്ലേ. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റേഴ്സാണ് നിങ്ങളുടെ ഏതൊക്കെ, ISഉം അതുപോലെ തന്നെ ഏത് VTയും. സിമിലർലി ഈ രണ്ടിലും നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ ഐഡിയലിറ്റി ഫാക്ടറിൻ്റെ ഒരു കൺസെപ്റ്റ് കയറി വരുന്നുണ്ട് അല്ലേ. രണ്ടിലും ഐഡിയലിറ്റി ഫാക്ടർ വരുന്നുണ്ട്, ശരിയല്ലേ. ഇവിടെ ഐഡിയലിറ്റി ഫാക്ടർ വരുന്നുണ്ട്, ഈ ഐഡിയലിറ്റി ഫാക്ടറും വരുന്നുണ്ട്. ഓക്കെ, ഈ ഐഡിയലിറ്റി ഫാക്ടറിൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ ഇപ്പം ഡിസൈൻ ചെയ്ത ഡയോഡ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ നോട്ട്. ഓക്കെ, അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഐഡിയലിറ്റി ഫാക്ടർ. ഈ ഐഡിയലിറ്റി ഫാക്ടറിന് ചെറിയൊരു ചേഞ്ച് സംഭവിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഐഡിയലിറ്റി ഫാക്ടർ ഈസ് യൂഷ്വലി ഇൻ ദ റേഞ്ച് ഓഫ് 1 and 2. പറഞ്ഞല്ലോ, 1 and 2. അതായത് ഇത് ബിക്കോസ് ഓഫ് ദിസ് ഡൈനാമിക് റേഞ്ച് ഇത് സർക്യൂട്ട് വിൽ ബി ഗെറ്റിംഗ് റെഡ്യൂസ്. ഓക്കെ, ഈ ഐഡിയലിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ ഈ വാല്യൂ കുറച്ച് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ഐഡിയലിറ്റി ഫാക്ടർ ഉള്ളതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വോൾട്ടേജ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി ഏതിൻ്റെ, നമ്മുടെ യൂസ് ചെയ്യുമ്പോൾ ഐഡിയലിറ്റി ഫാക്ടർ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡയോഡ് ബേസ് ചെയ്യുമ്പോൾ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഡയോഡ് ബേസ്ഡ് ലോഗ് ആൻഡ് ആൻറ്റി ലോഗിൻ്റെ ഒരു പ്രശ്നമാണ് ആക്ച്വലി ആര്, നമ്മളുടെ ഐഡിയലിറ്റി ഫാക്ടർ. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒക്കെ കുറച്ച് എന്താവും, റേഞ്ച് എന്താവും, റിഡക്ഷൻ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഐഡിയലിറ്റി ഫാക്ടർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു മൈന്യൂട്ട് വാല്യൂയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിസൈൻ എന്ത് ചെയ്യാം, പൂർത്തിയാക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സോ വി വിൽ മൂവ് ഓൺ ടു, അതായത് ഈ ഐഡിയലിറ്റി ഫാക്ടർ ആക്ച്വലി ഒരു ഡൈനാമിക് റേഞ്ച് ഓഫ് സർക്യൂട്ടിനാണ് വരുന്നത്. ആ ഡൈനാമിക് റേഞ്ച് ഓഫ് സർക്യൂട്ട് എന്ത് ചെയ്യും, കുറക്കും.
ഓക്കെ, ആ ഡൈനാമിക് റേഞ്ച് എന്ത് ചെയ്യും, ആ ഡൈനാമിക് റേഞ്ച് 1 to 2 ആണല്ലോ. അതപ്പോൾ കുറച്ചൊരു പ്രോബ്ലംസ് സൃഷ്ടിക്കും. എവിടെ നമ്മൾ ഡയോഡ് ബേസ്ഡ് ആൻഡ്ലോഗ് ആൻഡ് ആൻറ്റിലോഗിൽ ആ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ ഡിസഡ്വാൻറ്റേജ് റെക്ടിഫൈ ചെയ്യാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ട്രാൻസിസ്റ്റേഴ്സ്. ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈനാമിക് റേഞ്ചിനെ ഇൻക്രീസ് ചെയ്യാം. ഡൈനാമിക് റേഞ്ച്, സർക്യൂട്ടിലെ ഡൈനാമിക് റേഞ്ചിനെ ഇൻക്രീസ് ചെയ്യും. എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ യു ആർ ഹാവിങ് അല്ലെങ്കിൽ ഫോർ ട്രാൻസിസ്റ്റേഴ്സ് അവർ ഐഡലിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, നമ്മൾ ഐഡലിറ്റി ഫാക്ടർ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഫോർ അവർ ട്രാൻസിസ്റ്റേഴ്സ്. സോ വി ക്യാൻ ഇൻക്രീസ് ദ ഡൈനാമിക് റേഞ്ച്. സർക്യൂട്ട് ഡൈനാമിക് റേഞ്ച് കൂട്ടാൻ വേണ്ടി നമുക്ക് ആരെ സഹായിക്കും, നമ്മളെ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്താൽ വി വിൽ ബി ഹാവിങ് ഈറ്റ ഈക്വൽ ടു 1. ദസ് അവർ ഡൈനാമിക് റേഞ്ച് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, നമുക്ക് സർക്യൂട്ട് വെച്ച് നോക്കാം. യു വിൽ ഗെറ്റ് ദ റിസൾട്ട്സ്. ഓക്കെ, നമുക്ക് സർക്യൂട്ട്സ് വെച്ച് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. നമുക്ക് നോക്കാം. അത് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഹാവ് അവർ ലോഗ് ആംപ്ലിഫയർ. ഓക്കെ, നമുക്ക് ലോഗ് ആംപ്ലിഫയർ തന്നെ ആദ്യം ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം വെദർ വി ആർ ഹാവിങ് സെയിം റിസൾട്ട് ഓർ നോട്ട്. ഓക്കെ, സെയിം റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. വി ആർ ഹാവിങ് റെസിസ്റ്റർ ഹിയർ അല്ലേ, ലോഗിൽ ഇവിടെ അല്ല റെസിസ്റ്റർ ഉണ്ടായത്, പ്ലസ് ഓർ മൈനസ് വി ഇൻ. വി ആർ ഹാവിങ് ആൻ ആർ ഹിയർ. ഇവിടെയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നു. ദെൻ ഇവിടെ നമ്മൾ വി ഔട്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ബേസ് ടെർമിനൽ, ഇതാണ് നിങ്ങളുടെ കളക്ടർ ടെർമിനൽ, ഇതാണ് നിങ്ങളുടെ എമിറ്റർ ടെർമിനൽ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പ്ലസ് മൈനസ് വി ബി, ഈ ഒരു ഏരിയ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതിലുള്ള കറണ്ട് ഫ്ലോ ജസ്റ്റ് നോക്കുക. ഇതിലെ പോകുന്ന കറണ്ടാണ് നമ്മുടെ ഐ സി. സിമിലർ ഇതിലുള്ള ഫ്ലോ ആണെന്ത് ഐ ഇ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഓൾറെഡി ഗ്രൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ഇവിടെ 0 വോൾട്ട് ആണ്. സോ ഓട്ടോമാറ്റിക്കലി ഈ നോഡിലും എന്താവും, ഇറ്റ് വിൽ ബി അഗെയിൻ 0 വോൾട്ട് അല്ലേ. അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമ്മൾ IR ആണെന്ന് എടുക്കുക. ദെൻ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് KVL അപ്ലൈ ചെയ്ത് നോക്കൂ. ഇവിടെ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. വി ഔട്ട് എന്താണ്, ആ വി ഔട്ട് വിൽ ബി മൈനസ് വി ബി. ശരിയല്ലേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഈ ഗ്രൗണ്ട് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, പ്രശ്നമല്ല നമുക്കൊരു ഇതെന്ത് ഗുണം എന്ന് പറഞ്ഞാൽ, ഈ വി ബി നമ്മൾ ആക്ച്വലി ബി ജംഗ്ഷൻ ആക്ച്വലി അല്ല ബി ജംഗ്ഷൻ മാത്രമേ ആക്റ്റീവായിട്ട് നിൽക്കുന്നുള്ളൂ. കാരണം കളക്ടർ ടെർമിനൽ എന്താണ് 0 ആണ്. അപ്പോൾ എഫക്റ്റീവ്ലി ഇത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക, ആക്ച്വലി ഒരു ഡയോഡ് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ, ഈ നോഡിലെ ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ IC ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തെന്ന് പറയാം, നമുക്ക് I എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ നോഡിൽ നമ്മൾ KCL അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഈ നോഡിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്താ വരിക, യു വിൽ ഗെറ്റ് IR ഈക്വൽ ടു IC. ശരിയല്ലേ. IR എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാം എന്താണത്, VN/R എന്നാണ് ഉള്ളത്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ എന്ത് IC. അപ്പോൾ ഈ ICൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ. IC ഇൻറ്റു ഇ റേസ് ടു എന്താ വരിക, IC ഇൻറ്റു ഇ റേസ് ടു VBE ഡിവൈഡഡ് ബൈ ഈറ്റ VT മൈനസ് 1 അല്ലേ. ഈ ഈറ്റ ട്രാൻസിസ്റ്ററിന് 1 ആണ്, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഈറ്റ എഴുതുമ്പോൾ 1 എന്ന് എഴുതുള്ളൂ. അപ്പോൾ 1 ആവശ്യമില്ലല്ലോ. സോ യുവർ ഇക്വേഷൻ വിൽ ലുക്ക് ലൈക്ക് IC ഈക്വൽ ടു IS ഇൻറ്റു ഇ റേസ് ടു VBE ഡിവൈഡഡ് ബൈ VT. ഇങ്ങനെ മതിയല്ലോ. ഗുഡ്. അപ്പോൾ നിങ്ങളുടെ വി ഔട്ട് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, വി ഔട്ട് ഈക്വൽ ടു മൈനസ് VB എന്നറിയാം. അതുപോലെ നിങ്ങൾക്ക് IC ഈക്വൽ ടു IR ഈസ് ഈക്വൽ ടു VN/R എന്നും അറിയാം. നിങ്ങൾ ഇതിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, നിങ്ങളുടെ വി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് VBE ആണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ നാച്ചുറൽ ഇവിടെ നിങ്ങൾ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, യു വിൽ ഗെറ്റ് VBE ആസ് എന്ത് വരും, VT നാച്ചുറൽ ലോഗരിതം IC/IS. ശരിയല്ലേ. ഈ വി ഔട്ടാണ് നിങ്ങളുടെ എന്ത്, മൈനസ് VB. അപ്പോൾ നിങ്ങൾ വി ഔട്ട് എടുക്കുവാണെങ്കിൽ എന്ത് വരും, ഇറ്റ് വിൽ ബി മൈനസ് VT എന്ത് വരും, നാച്ചുറൽ ലോഗരിതം വാട്ട് ICക്ക് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, VN/R സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എന്ത് വരും, VN/R ഇൻറ്റു IS. ഓക്കെ, ഇത് ഏതിൻ്റെ ഇക്വേഷനാണ്, ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ ലോഗ് ആംപ്ലിഫയർ. ഓക്കെ, ഇനി നമ്മൾ മറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഇക്വേഷൻ ഓർത്ത് വെക്കുക, മൈനസ് VT നാച്ചുറൽ ലോഗരിതം VN/R ഇൻറ്റു VS. ഇനി നമ്മൾ ഇവിടുത്തെ നമ്മൾ നാച്ചുറൽ ലോഗ് ആംപ്ലിഫയർ നോക്കൂ, സെയിം ഇക്വേഷൻ അല്ലേ, മൈനസ് ഓഫ് ഈറ്റ VT ആണ് ഇവിടെ വന്നത്. ബാക്കി ഇത് സെയിം അല്ലേ.
VT into natural logarithm V into R by V divided by R into IS. അപ്പോൾ ലോഗ് വരുമ്പോൾ മാത്രമേ ഇത് ഐഡന്റിറ്റി ഫാക്ടർ ഈറ്റൻ്റെ കടന്നു വരുന്നുള്ളൂ. ബാക്കി ഇവിടെ ട്രാൻസിസ്റ്റർ നോക്കുമ്പോൾ ഈറ്റൻ്റെ എഫക്റ്റ് പോയി. ദസ് വി ക്യാൻ ഇൻക്രീസ് അവർ ഡൈനാമിക് റേഞ്ച് ഓഫ് ദ സർക്യൂട്ട് അല്ലേ. അപ്പോൾ ഇക്വേഷൻസ് ജസ്റ്റ് നോക്കി ഐഡന്റിറ്റി ഫാക്ടർ ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 തന്നെ ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻസ് ലോഗ് ആംപ്ലിഫയർ ചോദിച്ചാൽ ഇത് എഴുതിയാലും മതിയാവും. ഓക്കെ, അത് ഡിപ്പെൻസ് ഓൺ ദ പ്രോബ്ലം. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ അതുപോലെ നമുക്ക് നോക്കിയിട്ട് ചെയ്യണം. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് ആൻറ്റി ലോഗും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആൻറ്റി ലോഗ് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് വരും? യു ആർ ഹാവിങ് യുവർ മൈനസ് പ്ലസ് ഹിയർ, ദെൻ യു വിൽ ബി ഹാവിങ് യുവർ ട്രാൻസിസ്റ്റർ ഔട്ട് ഹിയർ. ഇവിടെ എങ്ങനെ ചേഞ്ച് ചെയ്യാം? നിങ്ങൾ റെസിസ്റ്ററും ട്രാൻസിസ്റ്ററും എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ നേരത്തെ റെസിസ്റ്ററും ഡയോഡുമാണ് മാറ്റിയത്. അതുപോലെ നമുക്കിവിടെ ട്രാൻസിസ്റ്ററും റെസിസ്റ്ററും എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി. ശരിയല്ലേ? യു ആർ ഹാവിങ് യുവർ ബി ഹിയർ, then this is your plus or minus V in, ഇവിടെ E ഉണ്ട് അല്ലേ, ഇവിടെ നിങ്ങളുടെ C ഉണ്ട്, ഇതാണ് നിങ്ങളുടെ R, this is your ground point. ഓക്കെ, അപ്പോൾ ഇവിടെ 0 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയായിരിക്കും? 0 വോൾട്ട് ആണ്. കൺസെപ്റ്റ് ഈസ് നത്തിങ് ബട്ട് അവർ വെർച്വൽ ഗ്രൗണ്ട്. ശരിയല്ലേ? നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ NPN ട്രാൻസിസ്റ്റർ അല്ലേ, ഇങ്ങനെ കാണിച്ച NPN ട്രാൻസിസ്റ്റർ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ VB എന്താണ്? VB നെഗറ്റീവാണ് ആക്ച്വലി വരിക. ഓക്കെ, അപ്പോൾ അതിന് VB പോസിറ്റീവ് ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ NPN യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ V നെഗറ്റീവ് ആവും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ PNP യൂസ് ചെയ്യുക. യൂസ് എ PNP. ഓക്കെ, PNP യൂസ് ചെയ്യുമ്പോൾ നമുക്ക് VB അല്ല VEB വരും അല്ലേ, നേരെ തിരിയും. VEB എന്ത് ചെയ്യും? പോസിറ്റീവോ അല്ലെങ്കിൽ ഫോർവേഡ് ബയാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ഏതിൽ യൂസ് ചെയ്യുന്നത്? ആൻറ്റി ലോഗിൽ യൂസ് ചെയ്യുന്നത്. സോ ഇൻ ആൻറ്റി ലോഗ് വി ആർ യൂസിങ് എ PNP ട്രാൻസിസ്റ്റർ ആണ്. ജസ്റ്റ് ഓർത്താലും മതിയാവും, അത് നിങ്ങൾ ജസ്റ്റ് അറിയണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് സർക്യൂട്ടിൽ ആ ചെറിയ ചേഞ്ച് വരുത്താം. എന്താണ് ചെറിയ ചേഞ്ച് ഒന്നുമില്ല. ഈ സാധനത്തിനെ മാറ്റുക. ഈ സാധനത്തിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? യു ജസ്റ്റ് മേക്ക്, ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇത് താഴോട്ട് വരച്ചാൽ മതി അല്ലേ. സോ യു വിൽ ബി ഗെറ്റിംഗ് എ PNP. ഇതാ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒരു PNP ട്രാൻസിസ്റ്റർ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ എമിറ്റർ ബേസ് വോൾട്ടേജ് VB എഴുതുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? VEB എന്ന് എഴുതിയാലും മതി. ഓക്കെ, ആ ഒരു ചെറിയ ചേഞ്ച് നോട്ട് ചെയ്യും. അപ്പോൾ ആലോചിച്ചാൽ മതി, ഇവിടെ PNP ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ആലോചിച്ചാൽ മതി, വേറെ ഇപ്പം വലിയ കൺസെപ്റ്റ് ഒന്നും ഇല്ല അതിൽ. ജസ്റ്റ് ഡെറിവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ അത് ജസ്റ്റ് അറിഞ്ഞ് വിട്ടാലും മതിയാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? യു വിൽ ഗെറ്റ് ഇൻപുട്ട് വോൾട്ടേജ് ആസ് VEB. ഓക്കെ, സിമിലർലി നമ്മൾ KCL അപ്ലൈ ചെയ്യുകയാണ്. എവിടെയാണ് KCL അപ്ലൈ ചെയ്യുക? ഇവിടെ. അപ്പോൾ KCL അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കറൻസ് ഒന്ന് നോട്ട് ചെയ്യൂ. ഏതൊക്കെയാണ് നമ്മൾ കറൻസ് ഫ്ലോ ചെയ്യുന്നത്? അതായത് ഇതിലെ ഫ്ലോ ചെയ്യുന്ന ഇൻറ്റർ കറണ്ട് ഇത്, അതുപോലെ നമ്മളത് കളക്ടർ കറണ്ട് ഉണ്ട്, ഇതിലെ ഫ്ലോ ചെയ്യുന്ന IR ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ KCL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? യു വിൽ ഗെറ്റ് IC ഈക്വൽ ടു IR. കറക്റ്റ്. ദെൻ IR എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? യു വിൽ ഗെറ്റ് IR ആസ് വാട്ട്? 0 മൈനസ് V ഔട്ട് ബൈ R. ശരിയല്ല? അപ്പോൾ എന്ത് വരും? മൈനസ് V ഔട്ട് ബൈ R. ദെൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങളുടെ V ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? V ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മൈനസ് R ഇൻറ്റു, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എത്ര കിട്ടും? V ഔട്ട് മൈനസ് R ഇൻറ്റു IC അല്ലേ. അത് നിങ്ങൾക്ക് ഓൾറെഡി ഏതറിയാം? നിങ്ങൾക്ക് ഓൾറെഡി IC എന്താണെന്ന് അറിയാം. IC എന്താണ്? IS ഇൻറ്റു E റേസ് ടു VEB ഡിവൈഡഡ് ബൈ ഈറ്റ ഇല്ല, ഈറ്റ ഉണ്ടാവില്ലല്ലോ, ഡിവൈഡ് ബൈ VT. ശരിയല്ലേ? ഇനി ഇത് V ഔട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? യു വിൽ ഗെറ്റ് മൈനസ് R ഇൻറ്റു ICക്ക് വരെ ഇത്, അപ്പോൾ എന്താണ്? IS ഇൻറ്റു E റേസ് ടു V ഇൻ, VBക്ക് വരും V ഇൻ, V ഇൻ ഡിവൈഡഡ് ബൈ VT. ഓക്കെ, കിട്ടിയല്ലോ, ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് യുവർ വാട്ട്? ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് യുവർ ആൻറ്റി ലോഗ് ആംപ്ലിഫയർ. ഇതാണ് നിങ്ങളുടെ ആൻറ്റി ലോഗ് ആംപ്ലിഫയറിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നോക്കിക്കോ, മൈനസ് R ഇൻറ്റു IS ഇൻറ്റു E റേസ് ടു V ഇൻ ബൈ VT. ആൻറ്റി ലോഗിൻ്റെ ഇക്വേഷൻ നോക്കൂ, മൈനസ് R ഇൻറ്റു IS, അതിലൊന്നും ചേഞ്ചസ് വരുന്നില്ല. E റേസ് ടു V ഇൻ ബൈ, ഇവിടെ ഈറ്റ VT ആണ് ഇവിടെ ഉള്ളത്, ആ ഈറ്റ മാറിയിട്ട് എന്താവും? VT ആവും. ഓക്കെ, ആ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ ഏതുള്ളൂ ട്രാൻസിസ്റ്ററിൽ. ഞാൻ ജസ്റ്റ് പ്രൂവ് ചെയ്ത് തന്നേ ഉള്ളൂ. ഓക്കെ, അത് പറഞ്ഞു പോകുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് പ്രൂവ് ചെയ്ത് തന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഓർത്താൽ മതി, ലോഗായാലും ആൻറ്റി ലോഗായാലും ഇക്വേഷനൊക്കെ സെയിം ആണ്. ഈറ്റേൻ്റെ എഫക്റ്റ് മാത്രം നോക്കിയാൽ മതി. ട്രാൻസിസ്റ്റേഴ്സ് ആണെങ്കിൽ എന്താണ്? ഈറ്റ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ബിക്കോസ് ഓഫ് യുവർ ട്രാൻസിസ്റ്റർ കാരണം എന്താണ്? ദ ഡിപ്പെൻഡൻസി ഓൺ ഐഡിയലിറ്റി ഫാക്ടർ
അല്ലേ? ദ ഡിപ്പെൻഡൻസി ഓൺ ദ ഐഡിയലിറ്റി ഫാക്ടർ ഈസ് റിമൂവ്ഡ്. ഓക്കെ, ഐഡിയലിറ്റി ഫാക്ടറിൻ്റെ ഡിപ്പെൻഡൻസി നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഓർത്തോളൂ, വി ടിയും ഐ എസും ഒക്കെ എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് തന്നെയാണ്. അതിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ മാറിയ വി ഔട്ടും മാറും. ഓക്കെ, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ടെമ്പറേച്ചറും നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ സർക്യൂട്ടിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയും ചില സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി സർക്യൂട്ടിൽ എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനാണ് നമ്മൾ എങ്ങനത്തെ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്? വി ആർ യൂസിങ് temperature compensated log and anti-log amplifier. ടെമ്പറേച്ചർ കോമ്പൻസേറ്റഡ് ലോഗ് ആൻറ്റി ലോഗ് ആംപ്ലിഫയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലവും നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലോഗ് ആൻഡ് ആംപ്ലിഫയർ. ഇതിൻ്റെ സർക്യൂട്ടൊന്നും പഠിക്കേണ്ട, ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിൽ നോട്ട് ചെയ്യാനുള്ളത്? ലോഗ് ആൻഡ് ആൻറ്റി ലോഗ് ആംപ്ലിഫയറിൽ നോട്ട് ചെയ്യാനുള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഞാൻ എന്തായാലും എടുത്ത് കൊണ്ടുവരും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ക്വസ്റ്റ്യൻസ് വരുന്ന മുറയ്ക്ക് ഞാൻ എന്ത് ചെയ്യും? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് തിയറി പോർഷൻസ് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇറ്റ് വിൽ ബി ഡൂയിങ്. ഓക്കെ, ഈ തിയറി പോർഷൻസ് ഒന്ന് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.